അപ്പോൾ ഞാനൊരു വേറെ കാര്യം പറയട്ടെ സൈഫു, എല്ലാ രംഗത്തും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ട്യൂഷൻ, ഓൺലൈൻ സ്വിമ്മിംഗ് വരെ ആയി കഴിഞ്ഞു. അപ്പൊ കലോത്സവത്തിൽ വിശേഷം പറയാനുണ്ട് എന്ന് വെച്ചാൽ കാണികളുടെ കാര്യത്തിലും സംഘാടനത്തിന്റെ കാര്യത്തിലും ഒക്കെ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന 64ാമത് കലോത്സവത്തിൽ ഒരു ചരിത്ര മുഹൂർത്തം കൂടി ഇന്ന് അപൂർവതകളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യം സംഭവിച്ചു. അതായത് ഒരു വിദ്യാർത്ഥി കാസർഗോഡ് പടന്നയിലെ സിയ ഫാത്തിമ ഓൺലൈനായി കലോത്സവ മത്സരത്തിൽ ആദ്യമായി കലോത്സവത്തിൽ പങ്കെടുത്ത ആളാണ് സിയ ഫാത്തിമ. വെറുതെ പങ്കെടുക്കുക മാത്രമല്ല, സിയ ഫാത്തിമ എ ഗ്രേഡ് കൂടെ നേടി അറബിക് പോസ്റ്റർ വിഭാഗത്തിൽ. സിയ ഫാത്തിമക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. അതേസമയം ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് യോഗ്യതയും നേടിയിരുന്നു. പക്ഷേ ഈ ആരോഗ്യാവസ്ഥ മോശമായതിന് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ആ സങ്കടം വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഓൺലൈൻ വഴി പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അങ്ങനെ ഓൺലൈനായി പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ സിയ ഫാത്തിമയ്ക്ക്, അതായത് കലോത്സവ ചരിത്രത്തിലെ അപൂർവതയായ സിയ ഫാത്തിമയ്ക്ക് എന്താണ് പറയാനുള്ളത്? ബിഗ് കൺഗ്രാറ്റ്സ് ആദ്യം സിയക്ക് നേരുന്നു. എന്നതിന് ശേഷം സിയയുടെ പ്രതികരണത്തിലേക്ക്. മത്സരം നന്നായിട്ട് പങ്കെടുത്തു. ഇങ്ങനെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇത് സാധ്യമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? മന്ത്രിനോട് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞാല് അപ്പൊ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഓൺലൈനിൽ കൂടിയിട്ട് ഒരു സംസ്ഥാന കലോത്സവത്തിൽ പഠിക്കുന്നത്. അത് സിയ ഫാത്തിമ എന്നുള്ളത് അവിടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. അതിൽ സന്തോഷമുണ്ടോ? അപ്പൊ നടരാജ് പരശുരാമുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, കലോത്സവ ചരിത്രത്തിൽ, അതായത് കഴിഞ്ഞ 64 വർഷമായി തുടരുന്ന കലോത്സവ ചരിത്രത്തിൽ അപൂർവമായ ഒരു സംഭവമാണ് ഓൺലൈനായി. അതായത് ഇങ്ങ് തൃശ്ശൂരിൽ നടക്കുന്ന പരിപാടിയാണ്, പക്ഷെ ഓൺലൈനായി പങ്കെടുത്തത് അങ്ങ് കാസർഗോഡ് പടന്നയിൽ നിന്നാണ്. ടെക്നോളജി വളരുമ്പോൾ നിശ്ചയമായും അത്തരത്തിലുള്ള ചരിത്രങ്ങൾ ഇനിയും പിറക്കും. എന്തായാലും ഇതൊരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു. എങ്ങനെയാണ് സിയയുടെ മത്സരം നടരാജ് നടന്നത്? അതിന്റെ ജഡ്ജ്മെന്റ് എങ്ങനെയായിരുന്നു? അവസാനം സിയയുടെ പ്രതികരണം എന്തായിരുന്നു? മുഴുവൻ വിശേഷങ്ങളും പറയും. നിയമങ്ങൾ സാധാരണക്കാർക്ക് അനുകൂലമാവുന്ന രീതിയിൽ നന്നായി ഉപയോഗിക്കാൻ കഴിയണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത് നടക്കുന്നതിനിടയിൽ നമ്മോട് പറഞ്ഞത്. അത്തരത്തിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. വാസ്കുലൈറ്റിസ് എന്ന രോഗമാണ് സിയ ഫാത്തിമയെ അലട്ടിയിരുന്നത്. എന്നാൽ ആ കുട്ടി ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുകയും ചെയ്തു. തൃശ്ശൂരിലേക്ക് കാസർഗോഡ് നിന്ന് വരാൻ ഏറെ സമയമെടുക്കും, ഏറെ കിലോമീറ്റർ ഉണ്ട്. ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് യാത്ര ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു. തന്റെ ദുരവസ്ഥ അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് സിയ ഫാത്തിമ എഴുതിയ കത്താണ് ഈ ചരിത്ര മുഹൂർത്തത്തിന് കാരണമായത് എന്ന് പറയാം. പ്രിയപ്പെട്ട സാർ, ഞാനൊരു ദുരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കത്താണ് വിദ്യാഭ്യാസ വകുപ്പിനെ മനസ്സരിപ്പിച്ചത്. ഇതിന്റെ സാധ്യതകൾ വിദ്യാഭ്യാസ മന്ത്രി തേടി, ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് തേടി. കുട്ടിയുടെ ആരോഗ്യത്തിൽ ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് റിപ്പോർട്ട് നൽകിയപ്പോൾ അടങ്ങാത്ത ദാഹം, അടങ്ങാത്ത മോഹം ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ആ കുട്ടി അറിയിച്ചതിനെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക ഉത്തരവ് ഇറക്കുകയായിരുന്നു. ആ ഉത്തരവിന്റെ ഭാഗമായിട്ടാണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകിയത്. അങ്ങ് കാസർകോട്ടെ വീട്ടിലിരുന്നു കൊണ്ട് സിയ ഫാത്തിമ അറബിക് പോസ്റ്റർ രചനാ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ വേദി 17-ൽ ജഡ്ജസ് അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിധികർത്താക്കൾ അത് കാണുകയായിരുന്നു. ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തിയ അദ്ദേഹവും റവന്യൂ മന്ത്രി കെ രാജനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇതൊക്കെ തന്നെ കാണുകയും വീക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചട്ടങ്ങൾ ഗുണപരമായ രീതിയിൽ ഉപയോഗിക്കാനുള്ളതാണ്. എന്തായാലും എ ഗ്രേഡ് വാങ്ങിക്കൊണ്ടുവന്ന് വലിയ സന്തോഷത്തോട് പുറത്തു വന്നിരിക്കുകയാണ് സിയ ഫാത്തിമ. തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രിയോട് നന്ദിയുണ്ടെന്നും സിയ ഫാത്തിമ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ സന്തോഷത്തോടുകൂടി ആ കുരുന്ന് എ ഗ്രേഡ് വാങ്ങി പുറത്തേക്ക് വരുമ്പോൾ നാളെയുടെ പ്രതീക്ഷകളാണ് വീണ്ടും വീണ്ടും ഉയരുന്നത്. ആ ചെറിയ കുട്ടിക്ക് ലോകവും സർക്കാരും പൊതുസമൂഹം തന്നെയും വലിയ പ്രതീക്ഷ. കലകലാട്ട് അഭിനന്ദനങ്ങൾ നേരുകയാണ്. കലോത്സവ ചരിത്രം തിരുത്തി എഴുതിയതിന് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അത് മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ അത് മാറ്റി എഴുതേണ്ടി. മാത്രമല്ല, പോരാടാനുള്ള ഒരു മനസ്സ് നമ്മുടെ കുട്ടികളിലും അത് കേൾക്കാനുള്ള മനസ്സ് നമ്മുടെ അധികാരികളിലും ഉണ്ടായാൽ ഇനിയും ചരിത്രം ഇറങ്ങും.